അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ 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 അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹുമ്മ ലാ സഹ്ല ഇല്ലാ മാ ജഹൽതു സഹ്ല അൻത തജ്ഹലു ഹസ്ന ഇദാ ശിത്ത സഹ്ല റബ്ബിസ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഞാൻ പറയണത് കേൾക്കുന്നുണ്ടോ എല്ലാവർക്കും? കേൾക്കുന്നുണ്ട്. ഇൽമിന്റെ ഈ സദസ്സിൽ കൂടിയിരിക്കുന്ന എല്ലാ സഹോദരിമാരുടെയും ഹൃദയത്തിലുള്ള എല്ലാ വിഷമങ്ങളും തീർത്ത് അള്ളാഹു എല്ലാവിധ ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ഇതുപോലെ നാളെ ജന്നാത്തുൽ ഫിർദൗസിലും നമ്മൾ എല്ലാവർക്കും ഒരുമിച്ച് കൂടാനും റബ്ബ് അനുഗ്രഹിക്കട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇവിടെ കൂടാനും നമുക്കെല്ലാം ഇങ്ങനെ ഇരുന്ന് ചർച്ചകൾ ചെയ്യാനും ദീനിന്റെയും ഇൽമിന്റെയും കാര്യങ്ങൾ ചർച്ച ചെയ്ത് ദീനിയായി ജീവിക്കാൻ, ഇൽമ പഠിക്കാൻ, അത് മറ്റുള്ളവരിലേക്ക് പകരാനൊക്കെ സഹായിച്ച നമ്മുടെ റബ്ബിനെ നമുക്ക് ആദ്യമായി സ്തുതിക്കാം. അൽഹംദുലില്ലാ. ഇതിനുവേണ്ടി ശ്രമിക്കുന്ന നമ്മുടെ മുന്തസ്ത ഹസീന മാം, ഐഷ മാം, റംല മാം, ഷാക്കിറ മാം, റഷീദ മാം, ഹന്ന മാം, ഉമേറ മാം, മോസിന മാം, ഇങ്ങനെ പോകുന്നു. ഒരു പറ്റം നല്ല മനസ്സിന്റെ ഉടമകളാണ് നമ്മളെ ഇവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് ഈ കുടക്കുഴിയിൽ. മാഷാ അല്ലാ, മാഷാ അല്ലാ. ഈ പ്രവർത്തനം ഉന്നതമായ വിജയം നേടി അള്ളാഹുവിന്റെ സാന്നിധ്യത്തിൽ നമ്മളെ ജന്നാത്തുൽ ഫിർദൗസ് വരെ എത്തിക്കുമാറാവട്ടെ. ആമീൻ. ഇനി വിഷയത്തിലേക്ക് കടക്കാം. ഓരോരുത്തർക്കും കിട്ടുന്ന നല്ല അറിവുകൾ മറച്ചു വെക്കാതെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനാണ് ഖുർആൻ നമ്മളോട് പറയുന്നത്. അതിന് കഴിവില്ലാത്തവരെ പഠിപ്പിച്ചു കൊടുത്ത് പറയിപ്പിക്കുക എന്ന കർത്തവ്യമാണ് നമ്മുടെ പ്രിയങ്കരിയായ മുന്തസ്തയും ടീമും ഏറ്റെടുത്തിരിക്കുന്നത്. ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞ് പലവട്ടം പറഞ്ഞു, ഒഴിഞ്ഞു മാറി. പക്ഷേ വിടുന്നില്ല. എന്നിൽ നിന്നും വന്നു പോകുന്ന തെറ്റുകൾ സദയം ക്ഷമിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഖുർആനാണ് എൻ്റെ വിഷയം. ഞാൻ ഈ കൂട്ടായ്മയിൽ എത്തും വരെ ഇത്രയും സ്ട്രിക്റ്റ് ആയിട്ട് ഖുർആൻ ഓതാൻ, പാരായണം ചെയ്യാൻ തുടങ്ങിയിരുന്നില്ല. എന്നാൽ ഞാൻ ഖുർആനെ ഒരു പരിധിവരെ ഏറ്റെടുത്തപ്പോൾ സുബ്ഹാനല്ലാഹ്, ഞാൻ തന്നെ മാറാൻ തുടങ്ങി. എന്നിലുള്ള ഗൗരവം, മനസ്സിലുള്ള ടെൻഷൻ, പെരുമാറ്റം ഒക്കെ ഞാൻ ഒരു പരിധിവരെ എന്നിൽ അറിയാൻ തുടങ്ങി. സുബ്ഹാനല്ലാഹ്. എനിക്ക് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, നമ്മളെല്ലാം കേട്ടുപോവാതെ ജീവിതത്തിലേക്ക് എടുക്കുക. നിർബന്ധമായും ഒരു പേജെങ്കിലും മനസ്സിലാക്കി പാരായണം ചെയ്യുക ഖുർആൻ. അങ്ങനെ നമ്മൾ ആ ഫീൽ അറിയാൻ തുടങ്ങും. ഖുർആൻ ഓതാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന്റെ സമാധാനം എന്താണെന്ന് നമ്മൾ തിരിച്ചറിയാൻ തുടങ്ങും. തദബ്ബുർ ക്ലാസ് ഉണ്ട്, ഖുർആൻ പഠിപ്പിക്കുന്ന ക്ലാസ് ഉണ്ട്, ചരിത്രം പറയുന്ന ക്ലാസ് ഉണ്ട്, ഹദീസുകൾ പറയുന്ന ക്ലാസ് ഉണ്ട്. അങ്ങനെ ഒരു പ്രതിഫലവും ആഗ്രഹിക്കാതെ ഓരോരുത്തർക്കും എല്ലാം നമ്മളിലേക്ക് എത്തിച്ചു തരുന്ന, നമുക്ക് ഓരോരുത്തർക്കും എന്ത് വേണോ അതെല്ലാം നമ്മളിലേക്ക് എത്തിച്ചു തരുന്നു. ഇന്ന് പുറത്തു പോവാതെ വീട്ടിലിരുന്ന് തന്നെ ഇതൊക്കെ പഠിക്കാനും നമ്മൾക്ക് കഴിയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. ഇത്രയൊക്കെ സൗകര്യങ്ങൾ ഉണ്ടായിട്ടും നമ്മൾ ഇതൊന്നും പഠിക്കാതെ പോയാൽ റബ്ബ് നമ്മളോട് ചോദിക്കില്ലേ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ഞാനൊക്കെ എൻ്റെ നല്ല സമയം പാഴാക്കി കളഞ്ഞു. പിറകിലോട്ട് ചിന്തിക്കുമ്പോൾ സങ്കടം പെടുകയാണ് സഹോദരിമാരെ. അതുകൊണ്ട് നാം എല്ലാവരും ചിന്തിക്കുക. ആദ്യം എന്നോട് തന്നെയും പിന്നെ നിങ്ങളോട് ഞാൻ പറയുന്നത്, ഖുർആൻ അള്ളാഹു റസൂലിന് വഹി മുഖേന എത്തിച്ചു കൊടുത്ത ഏടുകളാണ്. അത് ക്രോഡീകരിച്ച് ഖുർആനാണ്. അതിൽ മാറ്റത്തിരുത്തുകളില്ല. അത് ഒരിക്കലും നശിക്കാത്തതാണ് ഖുർആൻ. നമുക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളുമുണ്ട് അതിൽ. സൂറത്തുൽ അൽ അൻആം 51-ാമത്തെ ആയത്തിൽ പറയുന്നത് കാണാം. قل لو أن عندي ما تستعجلون به അതല്ല ട്ടാ. وعنده مفاتيح الغيب لا يعلمها إلا هو ويعلم ما في البر والبحر وما تسقط من ورقة إلا يعلمها ولا حبة في ظلمات الأرض ولا رطب ولا يابس إلا في كتاب مبين.
അള്ളാഹുവിന്റെ പക്കലാണ് അദൃശ്യ കാര്യത്തിന്റെ താക്കോലുകൾ. അവനല്ലാതെ അവയെക്കുറിച്ച് അറിയുകയുമില്ല. കരയിലും കടലിലുമുള്ള എല്ലാ കാര്യങ്ങളും അള്ളാഹുവിനാണ് അറിയുന്നത്. ഒരു ഇല തന്നെ താഴെ വീഴുന്നതും അള്ളാഹു അറിയും. ഭൂമിയിലുള്ള അന്ധകാരങ്ങളിലുള്ള ഒരു ധാന്യമണിയാവട്ടെ, ഒരു ഉണങ്ങിയ മണിയാവട്ടെ, ഒരു പച്ച ധാന്യമാവട്ടെ, എന്തു തന്നെയാണെങ്കിലും അതിൻ്റെ എല്ലാ അവസ്ഥയും അറിയുന്നവൻ അള്ളാഹ് മാത്രമാണ്. അത് ഈ ഖുറാനിലും പറഞ്ഞിട്ടുണ്ട്. ഇത്രയും വിശദീകരിച്ച് പറഞ്ഞിട്ടും എന്തേ നമ്മൾ മനസ്സിലാക്കാത്തത്? ഞാനടക്കം. എൻ്റെ സഹോദരിമാരെ, റബ്ബ് ഏറെ പൊറുക്കുന്നവനാണ്. നമ്മൾക്ക് തിരിച്ചറിവ് ഉണ്ടാവുന്നത് മുതൽ, നമുക്ക് എപ്പോഴാണ് തിരിച്ചറിവുണ്ടാവുന്നത്? അപ്പോൾ മുതൽ നമ്മൾ ചെയ്തു തുടങ്ങുക. ഈമാൻ കൂടിയും കുറഞ്ഞും ഇരിക്കും, പുതുക്കിക്കൊണ്ടിരിക്കുക. ഈ ക്ലാസ്സിൽ നിന്നും വിട്ടു നിൽക്കാതെ ക്ലാസ്സുകൾ കേട്ടുകൊണ്ടിരിക്കുക. അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വ വസിക്കിഹ അൻത ഖൈറു മൻ സക്ക അൻത വലിയുഹാ വ മൗല. നമ്മൾ എപ്പോഴും നമ്മളെ നഫ്സിനെ പുതുക്കിക്കൊണ്ടിരിക്കുക. അവിശ്വാസികൾ പോലും റസൂലുള്ളാഹിയുടെ ഖുർആൻ പാരായണം ശ്രദ്ധിച്ചിരുന്നു. കാരണം അത്രയുമേറെ മാധുര്യമുള്ളതായിരുന്നു റസൂലിന്റെ ഖുർആൻ പാരായണം. ഖുർആൻ കേൾക്കുന്നതും പാരായണം ചെയ്യുന്നതും പുണ്യമുള്ള കാര്യമാണ്. ഖുർആൻ പാരായണം അള്ളാഹുമായുള്ള ബന്ധം ദൃഢമാക്കുന്നു. ഖുർആൻ നമ്മൾ എപ്പോൾ പാരായണം ചെയ്യുന്നു അപ്പോഴൊക്കെ നമ്മുടെ മനസ്സിന് ഒരു സുഖം ഉണ്ടായിരിക്കില്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ കൂട്ടുകാരെ? നമുക്ക് ഖുർആൻ പാരായണം ചെയ്യുന്ന സമയത്ത് വളരെയധികം മനസ്സിന് സമാധാനം കിട്ടുന്നതായി തോന്നാറുണ്ട്. ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അള്ളാഹുമായുള്ള ബന്ധം ദൃഢമാകുന്നു. ഓരോ വാക്കുകൾക്കും 10 ഇരട്ടി പ്രതിഫലം നൽകുന്നു. ഹൃദയത്തിന് ശാന്തത ലഭിക്കുന്നു. ഉത്കണ്ഠയും മാനസിക പിരിമുറുക്കവും കുറയുന്നു. ജീവിതത്തിന്റെ പ്രയാസഘട്ടങ്ങളെ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതും ഖുർആനാണ്. ചെയ്തുപോയ തെറ്റുകൾക്കൊക്കെ മാപ്പ് നൽകുന്നു ഖുർആൻ. ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെയും ചെയ്തു പോയ എല്ലാ തെറ്റുകളും നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരുന്നതായി നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ അറിയും. സ്വർഗത്തിലേക്കുള്ള വഴി ഒരുക്കുന്നു ഖുർആൻ പാരായണം. മനസ്സിന് സമാധാനം നൽകുന്നു ഖുർആൻ പാരായണം ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നു. ശരീരത്തിന് ക്ഷീണമില്ലാതെ ഉന്മേഷം കിട്ടും. ക്ഷമ, നന്ദി, കരുണ ഒക്കെ മനസ്സിനുണ്ടാക്കുന്നതും ഒരു വ്യക്തിയെ നല്ല മനുഷ്യനാക്കുന്നതും ഖുർആൻ പാരായണം തന്നെയാണ്. ഇത്രയൊക്കെയും നമ്മൾ നേടേണ്ട സഹോദരിമാരെ. ഇത്രയൊക്കെയെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പഠിച്ചില്ലെങ്കിൽ നമ്മൾ ഈ ലോകത്ത് ജീവിച്ചിരുന്നതിന് അർത്ഥമുണ്ടോ സഹോദരിമാരെ? അന്ത്യനാളിൽ ശുപാർശകനായി ഖുർആൻ നമ്മളോടൊപ്പം ഉണ്ടാവും. ഈ ഗുണങ്ങൾ എല്ലാം കിട്ടാൻ അർത്ഥമറിഞ്ഞ് വ്യക്തമായി ആത്മാർത്ഥതയോടുകൂടി ഖുർആൻ പാരായണം ചെയ്യുക തന്നെ വേണം. ഇൻഷാ അല്ലാഹ്, അള്ളാഹു നമ്മൾ എല്ലാവർക്കും അതിനുള്ള തൗഫീക്ക് ചെയ്തു തരട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ജീവിതത്തിൽ പകർത്താൻ കഴിഞ്ഞാൽ അത് റബ്ബിൽ നിന്നുള്ളതും, തെറ്റുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് പുറത്തു തരികയും വേണം. ഇൻഷാ അല്ലാഹ് ഇനിയും നമ്മൾക്ക് ഇങ്ങനെ കൂടാൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വബില്ലാഹി തൗഫീഖി ഇൻഷാ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അയ്ൻ വതജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.